ഹായ്. നല്ല അന്തസ്സുള്ള ഒരു പ്രേമകഥ കണ്ടിട്ട് വരുവാണ്. ദുൽഖർ സൽമാൻ നായകനായ പുതിയ ചിത്രമായ യമണ്ടൻ പ്രേമകഥ ഞാൻ ഇന്ന് കണ്ടു. അതിന്റെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്ന് കണ്ടത് PVR ലുലു എന്നാണ്, എറണാകുളത്ത് നിന്ന്. ഫുൾ പാക്ഡ് ആയിരുന്നു. ഫസ്റ്റ് ഷോ തന്നെയായിരുന്നു. ആൻഡോ ജോസഫ് നിർമ്മിച്ച് നൗഫൽ, പുതുമുഖ സംവിധായകൻ നൗഫലാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിനും ചേർന്നാണ്. രണ്ടുപേരും ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. ദുൽഖർ സൽമാനാണ് പ്രധാന കഥാപാത്രമായ ലല്ലുവിനെ അവതരിപ്പിക്കുന്നത്. ഇതൊരു മുഴുനീള കോമഡി ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അവസാനത്തെ 10 മിനിറ്റ് ഒഴിച്ച് ഫുൾ കോമഡി പാക്ഡ് ആയിട്ടുള്ള ചിത്രമാണ്. 4 കൂട്ടുകാർ, ദുൽഖർ, അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, സലീം കുമാർ, സൗബിൻ ഷാഹിർ, ഇങ്ങനെ 4 കൂട്ടുകാരുടെ കഥയാണ് ഈ പറഞ്ഞ യമണ്ടൻ പ്രേമകഥ എന്ന് പറഞ്ഞ സിനിമ. 2 നായികമാരുണ്ട്. സംയുക്ത മേനോനും നിഖില വിമലുമാണ്. ചെറിയ കഥാപാത്രങ്ങളാണ്. അവരുടെ കഥാപാത്രങ്ങൾ നന്നാക്കിയിട്ടുണ്ട്. ആദ്യത്തെ 10 മിനിറ്റ് വളരെ ബോറായിട്ട് തോന്നി ഈ സിനിമയുടെ. എന്ന് പറഞ്ഞാൽ ദുൽഖർ വന്നിട്ടില്ലായിരുന്നു. ദുൽഖർ വന്നതിന് ശേഷം സിനിമ വളരെ നല്ലൊരു ഫ്ലോയിലായി പോയത്. എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ ആദ്യത്തെ കോമഡി, മുഴുനീള കോമഡി ചിത്രമാണെന്ന് തോന്നുന്നു. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദുൽഖറിന് ഇത്രത്തോളം പ്രതീക്ഷയില്ല. വളരെ നന്നായിട്ട് കോമഡിയൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ദുൽഖറിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടെ വിഷ്ണു ഉണ്ണികൃഷ്ണനും സലീം കുമാറും ഒക്കെ ചേർന്നപ്പം കോമഡിയുടെ ഒരു പൂരം തന്നെയാണ്. സൗബിന്റെ ക്യാരക്ടർ, അതുപോലെ ഇവരുടെ കോമഡിയുടെ ഒരു പൂരം തന്നെയാണ് നമുക്ക് തരുന്നത്. ഒരു നിമിഷം പോലും നമ്മൾ ബോറടിക്കുന്നില്ല. ഫസ്റ്റ് ഹാഫൊക്കെ കിടിലനായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡി ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥയിലേക്ക് സിനിമ എത്തും. ഒരു വ്യത്യസ്തമായ ഒരു പ്രണയകഥയാണ് ഈ ചിത്രം പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും വെളിപ്പെടുത്താനാകില്ല. ഒരു വ്യത്യസ്തമായ ഒരു പ്രണയകഥയാണ് ഈ ചിത്രം പറയുന്നത്. വളരെ മികച്ച രീതിയിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സംവിധാനം വളരെ മികച്ച രീതിയിൽ, പുതുമുഖ സംവിധാനം വളരെ മികച്ച രീതിയിലായിരുന്നു. നമുക്ക് ഈ പഴയ റാഫി മെക്കാർട്ടിന്റെ ഒക്കെ പടങ്ങൾ കാണുന്ന ആ ഒരു ഫീല് നമുക്ക് തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും നാദിർഷയുടെ ഒക്കെ ചിത്രം കാണുന്ന പോലെ അത് ആ ഒരു മാസ് കോമഡി ഫീല് തരാൻ ശ്രമിച്ചിട്ടുണ്ട്. കഥയായിട്ട് അങ്ങനെ പറയാനൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ കഥ പറഞ്ഞു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒക്കെ ഒരു നല്ലൊരു ക്യാരക്ടർ അതിനകത്തുണ്ട്. അതുപോലെ വളരെ മികച്ചൊരു വില്ലനായിട്ട് ബിബിനെ കാണാൻ പറ്റി. തിരക്കഥാകൃത്തുകളിൽ ഒരാളായ ബിബിൻ വളരെ മികച്ചൊരു വില്ലനായിട്ട് ഇതിനകത്തുണ്ട്. കടമക്കുടിയിലാണ് ചിത്രം നടക്കുന്നത്. ചിത്രത്തിന്റെ കഥ നടക്കുന്നത് കടമക്കുടിയിലാണ്. അവിടെ നടക്കുന്ന മനോഹരമായ ഒരു കോമഡി ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ചിത്രമാണ് ഒരു യമണ്ടൻ പ്രേമകഥ. ഒരു യമണ്ടൻ അല്ല, ഒരു വ്യത്യസ്തമായ പ്രേമകഥ പറയാൻ ഇതിനകത്തൂടെ വിഷ്ണു ബിബിൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ തിരക്കഥ തന്നെയാണ് ഇതിന്റെ നട്ടല്. പക്ഷെ സിനിമയുടെ അവസാനത്തോളം എത്തുമ്പോൾ തിരക്കഥ ആ പൂർണ്ണതയിൽ എന്നറിയില്ല. പിന്നെ നമ്മൾ വളരെ കുടുകുടാ ചിരിക്കുന്ന രീതിയിൽ നമ്മൾ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പുക എന്നൊക്കെ പറയുന്നത്, അതുപോലെ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പാനുള്ള കോമഡി അവർ ഇതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. അവസാനം ഒരു 10 മിനിറ്റത്തോളം കഥ സീരിയസ് ആവുന്നു. കുറച്ച് സ്റ്റൺസ് ഒക്കെ ഉണ്ട്. അതുപോലെ വില്ലൻ കഥാപാത്രം ദിലീഷ് പോത്തൻ അവതരിപ്പിക്കുന്നുണ്ട്. ദിലീഷ് പോത്തന്റെ കഥാപാത്രം നന്നായിട്ടുണ്ട്. അഭിനയിച്ചവരെല്ലാം നല്ല മികച്ച രീതിയിലുള്ള കഥാപാത്രങ്ങൾ. എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് ഉണ്ട്. പ്രത്യേകിച്ച് ധർമ്മജൻ പോൽഗട്ടിയുടെ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ ചിരി ഉണർത്തുന്നതാണ്. ഹരീഷ് കനാറിന്റെ ക്യാരക്ടർ നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ ഏറ്റവും വലിയ സസ്പെൻസ് ഈ പറഞ്ഞ ലല്ലു എന്ന് പറഞ്ഞ ദുൽഖർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് തന്നെയാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ അത് അതിനെക്കുറിച്ച് കേൾക്കുക. ആ പേര് തന്നെയാണ് അവസാനത്തെ ക്ലൈമാക്സ് പഞ്ച് വരുന്നത്. വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ് യമണ്ടൻ പ്രേമകഥ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ചിത്രം തന്നെയാണ്. ഞാൻ ഒരു 4/5 മാർക്കെങ്കിലും കൊടുക്കും ഇതിന്. വളരെ മികച്ച ചിത്രമാണ്. ഇന്ന് തന്നെ പോയി കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.